ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കിരണേട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്. അയാൾ അവിടെ നിന്ന് നമ്മളെ തിരിഞ്ഞു നോക്കിയായിരുന്നു. അതിനർത്ഥം അയാൾ നന്നായിട്ടൊന്നുമില്ല കിരണേട്ടാ. അയാളെ ഭയങ്കര ദുഷ്ടനാ. സ്വന്തം അമ്മ പോലും പറഞ്ഞിട്ടുണ്ട് അയാളെ വിശ്വസിക്കരുതെന്ന്. അമ്മമ്മ മാറി, എന്നിട്ടും ഇയാൾ മാറിയിട്ടില്ല. എനിക്ക് നല്ല പേടിയാവുന്നു കിരണേട്ടാ. പേടിക്കണ്ട കല്യാണി, ഇതുപോലുള്ള ആൾക്കാരെ കണി കാണുന്നത് നല്ലതാ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ കണ്ടത് ഇയാളെയല്ലേ. എന്താ പറയുക, നമ്മൾ ചിലയിടത്ത് പോകാനിറങ്ങുന്ന സമയത്ത് മരണം കാണുന്നത് നല്ലതാണെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ചില ദുഷ്ടന്മാരെ കണ്ടാലും ചിലപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന ഒരു ആപത്തൊക്കെ അങ്ങോട്ട് പോകുന്ന എൻ്റെ വിശ്വാസം. നീ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാറിൽ കയറി അങ്ങ് പോവുക. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവർ പേടിച്ച് കല്യാണം ഇങ്ങനെ ഇരിക്കുക. എന്നാലും കിരണേട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്. അയാളും വിക്രമും പിന്നെ ആ രാഹുലൊക്കെ ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ. ശത്രുക്കളെല്ലാവരും കൂടെ ഒന്നായിരിക്കുമല്ലേ, അതുകൊണ്ട് നമ്മളൊന്ന് പേടിക്കണം. പിന്നെ അവർ ദുഷ്ടന്മാരെ കൂട്ടുവിളിച്ച് കൊല്ലാൻ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാ. അതുകൊണ്ടാണ് എനിക്ക് ഇത്തിരി ആശ്വാസം. എന്തൊക്കെയായാലും മോളോ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട. നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നിനക്ക് നല്ല പേടിയുണ്ടെന്ന് എനിക്കറിയാം. സാരമില്ല, ആ പേടിയൊക്കെ മാറും. നമുക്കിനി പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള അവസരം ദൈവം ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുൽ മുരുകനെയും കാത്തു നിൽക്കുവാണ്. അപ്പോഴേക്കും മുരുകൻ എത്തിയതും എടാ മുരുക, ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് മറ്റൊരു കാര്യം സംസാരിക്കാനാണ്. എന്താ സാർ? എന്താണ് സാറിന് എന്നോട് സംസാരിക്കാനുള്ളത്? അത് എൻ്റെ അനന്തരവനെ കൊന്നു കഴിഞ്ഞാൽ വേറൊരാളെ തീർക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവൻ ആരാണെന്ന് ഞാൻ പറയാം. ഇതാണ് അവൻ. ഇവനാരാ സാർ? എൻ്റെ മരുമോനെന്ന് പറഞ്ഞാൽ ബന്ധുവാണോ? അല്ല, സ്വന്തം മരുമോൻ, എൻ്റെ മകളുടെ ഭർത്താവ്. അത് കേട്ടതും അവനെന്തിനാണ് സാർ കൊല്ലുന്നത്? ഇവനെ എൻ്റെ മാത്രം മരുമോനല്ല, ഇവൻ ഈ ലോകത്ത് ഇഷ്ടം പോലെ അമ്മായച്ചന്മാരുടെ മരുമോനാ. അത് കേട്ടതും എനിക്ക് മനസ്സിലായില്ല സാർ. എടാ, കേരളത്തിനകത്തും പുറത്തും കല്യാണം കഴിച്ച് നടക്കുന്ന ഒരുത്തനാണിവൻ. അതുപോലെ തന്നെ ഇവന് ഇഷ്ടം പോലെ ഭാര്യമാരും ഇഷ്ടം പോലെ അമ്മായിയമ്മമാരും അമ്മായിയച്ഛന്മാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവനെ സൂക്ഷിക്കണമെന്ന്. ഇവൻ എല്ലാ പെൺകുട്ടികളെയും പറ്റിച്ച് കഴുത്തിൽ താലി കെട്ടും. അതിനുശേഷം സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്ത് ഒരു മുങ്ങും. എൻ്റെ മോളെയും അതുപോലെ കല്യാണം കഴിച്ചതാ. പ്രേമിച്ച് വളച്ചെടുത്ത് കല്യാണം കഴിച്ചു. അതിനുശേഷം എൻ്റെ മോൾക്കൊരു കുഞ്ഞു വരെ ജനിച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അനന്തരവനെ കൊന്നാൽ ഉടനെ ഇവനെയും കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇവൻ തീർന്നാലേ എൻ്റെ മോളെ എനിക്ക് സമാധാനത്തോടെ ഇതാക്കാൻ പറ്റും. അത് കേട്ടതും അല്ല സാറേ, എന്നാൽ പിന്നെ മകളോടെല്ലാ സത്യവും തുറന്നു പറഞ്ഞിട്ട് ഇവനെ അവളുടെ ജീവിതത്തിൽ നിന്ന് ആട്ടി ഇറക്കണമെന്നൊക്കെയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ മോളെ വിവരം അറിഞ്ഞിട്ടില്ല. അവളിതറിഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യും, ഇല്ലെങ്കിൽ അവൾക്ക് സമനില തെറ്റും. അതാ എൻ്റെ പേടി. എൻ്റെ മോൾക്കൊന്നും സംഭവിക്കരുത്. അതുകൊണ്ട് എൻ്റെ മോൾക്കൊന്നും ഒരാപത്ത് സംഭവിക്കാതെ വേണം ഇവനെ കൈകാര്യം ചെയ്യാൻ. ഓക്കെ സാറേ. ആള് ചുള്ളനാ, അതുകൊണ്ടാണ് പെൺകുട്ടികളൊക്കെ വീണു പോകുന്നത്. അതെനിക്കറിയാം. അങ്ങനെയുള്ള ഇവൻ്റെ മുഖം വികൃതമായി ഇവൻ്റെ മുഖം വെച്ചുകൊണ്ട് ഇവൻ കുറേ നാൾ ജീവിക്കണം. അതിനുശേഷം മതി അവനെ കൊല്ലുന്നത്. ശരി സാറേ, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എനിക്ക് നിന്നെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തോടെ ഞാൻ എല്ലാ കാര്യവും നിന്നെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് നീ ഉണ്ടാവണം കൂടെ. ഞാനുണ്ടാവും സാറേ. ധൈര്യമായിട്ടിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും സാറ് പറഞ്ഞതനുസരിച്ച് സാറിൻ്റെ അനന്തരവനെയും മരുമകനെയും ഞാൻ തീർത്തുതരാം. സാറ് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുരുകൻ രാഹുലിന് വാക്ക് കൊടുക്കുക. ഈ സമയം പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. എൻ്റെ അനന്തരവനെ ഒരു ആപത്ത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെയും എൻ്റെ അനന്തരവനെയും കൂടെ ഒരുമിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവൻ്റെ അമ്മയൊക്കെ എന്നെ ചതിച്ചതുകൊണ്ട് എനിക്കിനി അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കോടിക്കണക്കിന് രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇവൻ തട്ടിയെടുക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ വെറുതെ വിടരുതേടാ. ശരി സാറേ, ഞാൻ വെറുതെ വിടില്ല. സാർ ധൈര്യമായിട്ടിരിക്കേ. നിന്നെ എനിക്ക് വിശ്വാസമാടാ മുരുക എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന മനോഹറാണെങ്കിൽ എവിടെയോ പോകാൻ ഷൂ ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ സരി വന്നു. മനുവേട്ടാ, എന്താ മോളു? ഇതാ മനുവേട്ടാ കീ. എന്തിൻ്റെ കീ? ലോക്കറിൻ്റെ കീയോ? അതെന്തിനാ എനിക്ക്? ഇത് നല്ല ചോദ്യമായി. കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ മനുവേട്ടനോട് പറഞ്ഞത് ലോക്കറിലിരിക്കുന്ന ആഭരണങ്ങളൊക്കെ എടുത്ത് വിറ്റ് കാശ് മേടിച്ച് മനുവേട്ടൻ്റെ പേരിൽ ഇടണമെന്ന്. അതിന് ഞാൻ പോയാലും ലോക്കർ തുറക്കാൻ പറ്റുമോ? എൻ്റെ മനുവേട്ടാ, നമ്മുടെ രണ്ടുപേരുടെയും ജോയിൻ്റ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ആർക്ക് വേണേലും കാശ് എടുക്കാം, സ്വർണ്ണം എടുക്കാം. അങ്ങനെയാണല്ലേ? അത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഇതൊന്നും വേണ്ട മോളു. അതെന്താ വേണ്ടാത്തത്? അല്ല മോളു, ഞാൻ എങ്ങനെയാണ് മോളുവിനോട് മേടിച്ച് ബിസിനസ് ചെയ്യുന്നത്? എൻ്റെ മനുവേട്ടാ,
ഇതെനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എൻ്റെ പണം മനുവേട്ടൻ്റെയും കൂടിയാണ്, എനിക്കുള്ളതെല്ലാം മനുവേട്ടനും കൂടി ഉള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ മനുവേട്ടൻ ഇതെടുത്തില്ലെങ്കിൽ എനിക്ക് സങ്കടം. ഇനി ഒരുപാട് നാൾ ഈ നാട്ടിലൊന്നും നമ്മൾ നിൽക്കില്ലല്ലോ, അതുകൊണ്ട് സ്വർണ്ണമൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? സ്വർണ്ണം മുഴുവൻ എടുത്ത് വിറ്റ് കാശാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ മനുവേട്ടനോട് പറഞ്ഞത്. അല്ല മോളു, നമ്മൾ ഇവിടെ നിന്ന് പോയാലും ഇങ്ങോട്ടിടക്കൊക്കെ വരണമല്ലോ. എന്തിന്? വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ പരിസരത്തേക്ക് പോലും വരണ്ട. എൻ്റെ ഈശ്വര, ഇവിടെ എനിക്ക് എന്നും മടുത്തു. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ മൂന്നാർ റിസോർട്ട് കെട്ടുന്നതോ? അവിടേക്ക് വരണ്ടേ മോളോ? അത് വേണമെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. ഇടയ്ക്കൊക്കെ വന്ന് അവിടെ വന്ന് താമസിച്ചിട്ട് പോവാം. പിന്നെ മോളെൻ്റെ കയ്യിൽ ലോക്കറിൻ്റെ കീ ഏൽപ്പിച്ച കാര്യം മോളുടെ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞോ? അതിന് അയാൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? അയാൾ ഇവിടെ ഇല്ല, പിന്നെ അയാളോട് പറയേണ്ട ആവശ്യം എന്താ? പിന്നെ അമ്മ, അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരെൻ്റെ അമ്മയാണോ മനുവേട്ട? എന്നാലും മോളു, അവരമ്മയല്ലെങ്കിലും മോളു അമ്മയെന്ന് വിളിച്ചത് അവരെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ല മനുവേട്ട, അവരോടൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനുവേട്ടന് കൊടുക്കണ്ടെന്ന് അവർ പറയും. അതെനിക്കിഷ്ടമില്ല. എൻ്റെ മനുവേട്ടനെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. എന്ത് വേണമെങ്കിലും എൻ്റെ മനുവേട്ടന് ഞാൻ തരും. അതിനെ എതിർക്കാൻ നിന്നാൽ അതെൻ്റെ അമ്മയാണെങ്കിൽ പോലും എനിക്കത് സഹിക്കില്ല മനുവേട്ട. പിന്നെ അവരുടെ കാര്യം അറിയാമല്ലോ, അയാളുടെ കൂടെ ചേർന്ന് അവർക്കും ഭ്രാന്ത് പിടിച്ച് നടക്കുക. അതുകൊണ്ട് മനുവേട്ടന് ഞാൻ എന്തായാലും തന്നാൽ അത് അവർക്ക് സഹിക്കില്ല എന്നൊക്കെ പറയണം. അത് കേട്ടതും എന്നാൽ ശരി, എന്നാൽ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോൾ ശാരി ഇങ്ങനെ ടേബിളൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ രണ്ടുപേരും കൂടെ ഇറങ്ങി ചെല്ലുന്നുണ്ടതും ഇത് എങ്ങോട്ടാ രണ്ടുപേരും കൂടെ എന്നും നമ്മുടെ ശാരിയുടെ ചോദ്യം കേട്ട് സരയു, രണ്ടുപേരില്ലമ്മേ, ഒരാളേ ഉള്ളൂ. മനുവേട്ടൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. മനുവേട്ടൻ ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് വേണ്ടി പോവുക, ഇൻ്റർവ്യൂ മീറ്റിംഗ്. അത് കേട്ടതും മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ വരുന്നത് മുഴുവനും പെൺകുട്ടികളായിരിക്കും. അതിലേതെങ്കിലും ഒരുത്തിയായിരിക്കും ഇവൻ്റെ അടുത്ത ഭാര്യ എന്നും നമ്മുടെ ശാരി ആലോചിക്കുക. അപ്പോൾ മനോഹറിന് കാര്യം പിടികിട്ടി. ഇവരെന്തോ ആലോചിക്കുകയാണല്ലോ, എന്തായിരിക്കും അത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ, എന്നാൽ ഞാൻ പോട്ടെ മോളൂ. ശരി മനുവേട്ടാ, പോയിട്ട് വാ എന്നും പറയുക. അങ്ങനെ നമ്മുടെ മനോഹർ പോയതും സാരി യാത്ര അയച്ചിട്ട് വരിക. ഈ സമയമാണെങ്കിൽ ശാരി, എങ്ങോട്ടാണ് മോളെ അവൻ പോയത്? ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർവ്യൂവിന് പോയതാന്ന്. പിന്നെ കൂടെ ചോദിക്കേണ്ട ആവശ്യം എന്താ? അല്ല മോളെ, എന്തിനാ അവനെ ഇൻ്റർവ്യൂവിനൊക്കെ വിടുന്നത്? നല്ല പാടാണല്ലോ. പിന്നെ മനുവേട്ടന് ഇൻ്റർവ്യൂ നടത്തണ്ടേ? പിന്നെ എങ്ങനെയാണ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതെ, ഇവിടെ ഒരാളുണ്ട്. അയാളെ പോലെ തലയ്ക്ക് സ്ഥിരതയില്ലാതെ ഭ്രാന്ത് പിടിച്ച് നടക്കണമെന്നാണോ പറയുന്നത്? അത് കേട്ടതും അതല്ല മോളെ, അവനെ കണ്ണുടച്ച് വിശ്വസിക്കേണ്ട മോളെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മനുവേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. ഒരു കാര്യം ഞാൻ പറയാറുണ്ട്, എന്നെ എന്ത് വേണേലും പറഞ്ഞോ, എൻ്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ എനിക്കത് സഹിക്കില്ല, മനസ്സിലായല്ലോ എന്നൊക്കെ സരി പറയുക. അത് കേട്ടതും മോളെ, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേണ്ട, ഇനി ഒരു അക്ഷരം പറയണ്ട. എൻ്റെ മനുവേട്ടനെ കുറ്റം പറയാനാണ് വായ തുറക്കുന്നതെങ്കിൽ വേണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്താനും മാത്രം. എൻ്റെ മനുവേട്ടൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? ഒരു കാര്യം, നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്നത് പോലെയൊന്നും എൻ്റെ മനുവേട്ടൻ ചെയ്യില്ല. കൊല്ലാനും കൊലവിളിക്കാനും വേണ്ടി നടക്കുന്ന ആളാണ് നിങ്ങളുടെ ഭർത്താവ്. അതുകൊണ്ട് സൂക്ഷിച്ചോ. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ മോളെ എന്നും ശാരി. അത് കേട്ടതും സരി സംശയത്തോടെ ശാരിയുടെ മുഖത്തേക്ക് നോക്കുക. എന്നിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഈശ്വര, എൻ്റെ മോളെ അവൻ പറ്റിക്കുകയാണല്ലോ. ഓരോ ദിവസം പോകുന്തോറും എൻ്റെ മോളുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവനും അവൻ അടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുക. അവനെ ഒരു കാലത്തും ഗുണം പിടിക്കരുത് ഈശ്വര. അവനെ എങ്ങനെയെങ്കിലും എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചുവിടണേ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വന്ദനയെയും മനോഹരനെയുമാണ്. രണ്ടുപേരും ഒരു ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുക. എന്തായാലും എനിക്ക് സന്തോഷമായി. വന്ദനയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ലോ. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് വന്ദനെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ വന്ദനെ പോലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. അത് കേട്ടത് വന്ദന ഇങ്ങനെ ചിരിക്കുക. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചപ്പോൾ വന്ദനയ്ക്ക് ദേഷ്യം വന്നായിരുന്നോ? അപ്പോൾ വന്ദന ഇല്ല എന്നൊക്കെ പറയാണ്. എന്നാൽ പിന്നെ ജ്യൂസ് കുടിക്കും, എന്തെങ്കിലും കഴിക്കാം. എന്നാൽ പിന്നെ കഴിക്ക്. എന്തെങ്കിലും ഇനി വേണോ മോളെ? വേണ്ട മതി. അയ്യോ, അതെന്താ മതിയാക്കിയത്? ആളെ കണ്ടാൽ തോന്നുമല്ലോ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാന്ന്. ഇപ്പം എന്താ പെട്ടെന്ന് മതിയാക്കുന്നേ? കഴിക്കുമോളൂ. വേണ്ട, എനിക്ക് മതി. ഇപ്പോൾ ഭക്ഷണമൊക്കെ കുറച്ചിരിക്കുക. വണ്ണം കുറയ്ക്കാനോ? വേണ്ട കേട്ടോ, അതൊന്നും ശരിയല്ല. ഇപ്പോഴൊക്കെ വണ്ണം കുറച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ പിടിവിടും. അല്ലെങ്കിൽ തന്നെ ഈ സ്ലിം ബ്യൂട്ടി ആയിരിക്കുന്നവരെയൊന്നും എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം വന്ദനയെ പോലെയുള്ളവരെയാണ്. എന്തൊരു ഭംഗിയാ. അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ വന്ദനയെ സോപ്പിടുക. ഇതുപോലെ എത്ര പെൺകുട്ടികളെ നീ സോപ്പിട്ടിട്ടുണ്ടാ? മോക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ കോരിത്തരട്ടെ? ഇതുപോലെ എത്ര പെൺകുട്ടികൾക്ക് നീ വാരിക്കൊടുത്തിട്ടുണ്ടടാ എന്നും വരുൺ ആലോചിക്കണം. അപ്പോൾ നമ്മുടെ മനോഹർ, എന്താ മോള് ആലോചിക്കുന്നേ? ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വന്ദന
ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ വെളിയിലാണ് കാണിക്കുന്നത്. കല്യാണിയും ജുബാനയും പിന്നെ നിഷയും നിതയും കൂടെ വരികയാണ്. അവർ 4 പേരും ഒരുമിച്ച് വന്നോടെ ഇറങ്ങി. ദേ കിടക്കുന്നവൻ്റെ കൊണ്ട് ആരും ഇല്ലാത്തടത്തേക്ക് അവൻ വന്നിരിക്കുക. എന്തായാലും അവനെ ഇട്ട് ഓടിക്കണം. അതെ, അവനെ ഓടിക്കാനാണല്ലോ ചേച്ചി നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇവിടെ അവസാനിപ്പിക്കണം. അത് വേണ്ട. എന്തായാലും അവന് ഇനിയും കുറേ നാൾ ഓടാനുണ്ട്. ഓടി ഓടി അവൻ്റെ കാല് തേയണം. അതുപോലെ വേണം അവരിട്ട് ഓടിക്കാൻ. ഓടിച്ചോടിച്ചോടിച്ച് അവസാനം അവൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വരണം. എന്തോരം പെൺകുട്ടികളെ അവൻ പേടിപ്പിച്ചിരിക്കുന്നത്, എന്തോരം പെൺകുട്ടികളെ അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവനെപ്പോലെ ഒരുത്തന്നെ ഈ ലോകത്ത് ജീവിച്ചിരുന്ന പെൺകുട്ടികൾക്കെല്ലാം അത് ദോഷമേ ചെയ്യൂ. അതുകൊണ്ട് അവനൊരു പാഠം പഠിപ്പിക്കാം നമുക്ക്. തൽക്കാലം വരുണേട്ടനെ വെച്ച് തന്നെ കളിക്കാം. വരുണേട്ടനെങ്ങാനും ആൺവേഷമായിട്ട് മാറിയ അവൻ വേറെ പെണ്ണിനെ തേടിപ്പോവും. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യോ മോളും എന്താ കഴിക്കാത്തേ, കഴിക്കുമോളൂ എന്ന് മനോഹർ അത് കേട്ടത്. മതി ജീവേട്ടാ, എനിക്കിപ്പോൾ കഴിക്കാനൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുന്നതന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് സംസാരിക്കുക. ഈ സമയമാണെങ്കിൽ കല്യാണിയും നിഷയും നിതയും ജുബാനയും കൂടെ ആ ഡോറ് തുറക്കുക. ഡോറ് തുറന്നതും മനോഹർ പെട്ടെന്ന് തലപൊക്കി നോക്കിയതും ഇവരെ 4 പേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ മനോഹറാണെങ്കിൽ ഞെട്ടി വിറച്ചു. മുട്ടുകാല് മുതൽ തലയും കൈയും കാലും ഒക്കെ വിറക്കാൻ തുടങ്ങി. മനോഹറിനെ കണ്ടതും വന്ദന എന്താ എന്നും ചോദിക്കുക. ഒന്നുമില്ല മോളൂ, ഞാൻ ഇപ്പം വരാവേ എന്നും പറഞ്ഞുകൊണ്ട് കഴിച്ചതിനുള്ള കാശ് ആ ഇതിൽ വെച്ചതിന് ശേഷം മനോഹർ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് ഓടുക. അപ്പോഴാണെങ്കിൽ നമ്മുടെ കല്യാണിയും ജുബാനയൊക്കെ ഒന്ന് കിരൺ വരുണിൻ്റെ അടുത്തിരിക്കുക. അവിടെ ഇരുന്നതിന് ശേഷം അതേ മണവാളൻ ഓടിയല്ലേ, പിന്നെ നിങ്ങളെ കണ്ടതും മാണം വിട്ടതുപോലെയല്ലേ ഓടിയത്. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ടൊരു രക്ഷയും ഇല്ലായിരുന്നു. ഇനിയാ പോയ വേണം തിരിച്ചു വരുമെന്നൊന്നും വിചാരിക്കണ്ട, പിന്നെ പുറത്തുകൂടെ ഓടും. അവനെപ്പോലെ സ്വഭാവദോഷികൾ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വന്ദന ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് മനോഹറിനെ കാണിക്കുന്നു. ഈശ്വര, 4 കൂടെ ഒരുമിച്ച് കെട്ടിയെടുത്തിരിക്കുന്നത് എന്തിനാണെന്നാവോ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മനുഷ്യനെ സമാധാനമായിട്ടിരുന്ന് ഒരിത്തിരി ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഈ ലോകം മുഴുവനും പെണ്ണ് കെട്ടി നടക്കുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. ഇതാണെങ്കിൽ തുറക്കാനും പറ്റുന്നില്ലല്ലോ, ഇതിലെ കൂടെ പുറത്തു പോകാമെന്നാണ് കരുതിയത്. എടോ, ഈ വാതിലും തുറന്നേ. അതെന്തിനാ സാറേ? സാറെന്തിനാ ഇവിടെ നിൽക്കുന്നേ? തന്നോടല്ലേ പറഞ്ഞത് ഈ വാല് തുറക്കാൻ? എന്തിനാ സാറേ? ബാത്റൂമിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ബാത്റൂം തുറന്നു കിടക്കുക, പിന്നെ എന്തിനാ സാറേ ഈ വാതിൽ തുറക്കുന്നേ? ഇത് തുറക്കാനാണ് പറഞ്ഞത്. അത് പറ്റില്ല സാറേ. ഞാനിവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചു, അതിനുള്ള കാശും തന്നു, പിന്നെ ഇത് തനിക്ക് തുറന്നു തന്നാൽ എന്താ കുഴപ്പം? അല്ല സാറേ, സാറിനെന്തിനാ ഇത്? എനിക്ക് പുറകെ കൂടെ വെളിയിലോട്ട് പോകാനാ എന്നും വിക്കി പറയുക മനോഹർ. ഇത് കണ്ടതും അയാൾക്ക് എന്തോ പന്തിയേട് തോന്നി. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ആവുന്നതിന് മുമ്പ് തന്നോട് തുറക്കാനല്ലേ പറഞ്ഞത്? അത് കേട്ടതും അയാൾ തുറന്നു കൊടുത്തു. ഇനിയിപ്പോൾ സമാധാനത്തോടെ നമുക്ക് ഭക്ഷണം കഴിക്കാം. പോയ വണ്ടി തിരിച്ചു വരില്ല, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ അവൻ പുറത്തുണ്ടാവും. എന്തായാലും 4 ജ്യൂസ് പറയാം. അതെ ചേട്ടാ, 4 മാംഗോ ജ്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഓർഡർ കൊടുക്കുക. ഈ സമയമാണെങ്കിൽ മനോഹർ കാറിനടുത്തെത്തി. എന്തൊരാശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് കാറിലിരുന്ന് വന്ദനയെ വിളിക്കുക. ഹലോ മോളു, അതെ ഞാൻ പുറത്ത് കാറിലിരിപ്പുണ്ട്, മോളൊന്ന് ഇങ്ങോട്ട് വരണേ. അതെ പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ മുട്ടിയപ്പോൾ ഞാൻ അകത്തെ ബാത്റൂമിൽ പോയില്ല, അതിലാളുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കൂടെ പുറത്തെ ബാത്റൂമിൽ പോയതാ മോള് പെട്ടെന്ന് വരണേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയമാണെങ്കിൽ കല്യാണം ഒന്നിക്കുക. എന്താ വരണേട്ടാ? വേറൊന്നുമല്ല, അവനെ പുറത്ത് കാറിലിരിപ്പുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ അവൻ ഏതെങ്കിലും വഴി പിന്നെ കൂടെ പോയിട്ട് പുറത്ത് പോയിരിക്കുമെന്ന്. എന്തായാലും ഇനി വരണേട്ട ചെല്ല്, സമാധാനത്തോടെ ചുറ്റിക്കറങ്ങുക. അപ്പം തന്നെ വരുൺ തിരിച്ച് മെസ്സേജ് അയക്കുക. ശരി ഞാൻ ഇപ്പോൾ വരാം. ശരി ഇപ്പോൾ വരാം. അപ്പോൾ അവൾ കേട്ടു എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ കാത്തിരിക്കുമ്പോഴത്തേക്ക് വന്ദന എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത് വന്ദന വരുൺ കാറിലിരിക്കുന്ന കാണുക. ഇതുപോലൊരു ദുഷ്ടൻ പേടിച്ച് പറിച്ച് കാറിൽ വന്നിരിക്കുക. അതെ എന്താ അവിടെ നിന്ന് പോന്നു കളഞ്ഞേ? കഴിക്കുന്നതിന് മുമ്പ് എന്താ അവിടെ നിന്ന് പോന്നേന്നോ? ഒന്നും പറയണ്ട, ഞാനാകെ വലിയൊരു പ്രശ്നത്തിൽ പെട്ടുപോയതാ മോളെ. എന്തു പറ്റി എന്നും വന്ദന ഒന്നും അറിയാത്ത പോലെ ചോദിക്കുക. അവിടെ ഒരു 4 പെണ്ണുങ്ങൾ വന്ന് നിന്നത് കണ്ടായിരുന്നോ? കണ്ടു. അതിൽ കല്യാണി എന്ന് പറഞ്ഞൊരുത്തി ഭയങ്കര പെശക. അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു. അന്നേരം എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് വന്ദനയെ പോലുള്ളൊരു പെൺകുട്ടിയാണ്. പിന്നെ അവളോട് ഞാൻ ഇത്തിരി സഹതാപം കാണിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ദനയെ പോലെ അവൾക്കും സംസാരശേഷിയില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം കാലം വരെ അവനക്ക് സംസാരശേഷി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഭയങ്കര ശബ്ദമാണ്. ആ ശബ്ദം കേട്ട് ആരും ഞെട്ടിപ്പോവും. എന്നാൽ കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിലും
ഇപ്പോഴും അവൾ എൻ്റെ പിന്നാലെ നടക്കുക. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അത് കേട്ടതും എടാ ദുഷ്ട, നിൻ്റെ സ്വഭാവം നീ മറ്റുള്ള പെൺകുട്ടികളുടെ തലയിലും അടിച്ചു വയ്ക്കുകയാണോടെ നാറി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.